ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മാർബിൾ ഹോംസിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിനോടടുത്ത് പള്ളിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ്. എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ പള്ളിക്കര പറക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്ന 9ഓളം വില്ലകൾ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഇൻഫോ പാർക്കിലേക്ക് വെറും 10 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. അതുപോലെ തന്നെ വണ്ടർലയിലേക്ക് ഇവിടെ നിന്ന് ഏകദേശം 4 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ഈ വീടിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങളിലേക്കൊക്കെ കടക്കാം. 9ഓളം വില്ലകളാണ് ഈ ഒരു വില്ല പ്രൊജക്റ്റിനകത്തുള്ളത്. ഏകദേശം ഒരു 1-2 വില്ലകൾ മാത്രമാണ് ഇതിനകത്ത് സെയിലായിട്ടുള്ളത്. ബാക്കിയുള്ള 7ഓളം വില്ലകളാണ് ഇവിടെ സെയിലിനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഫുള്ളി കംപ്ലീറ്റഡ് ആയിട്ടുള്ള 2 വില്ലകളാണ് നമ്മളിത് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വില്ലയും അതിന് തൊട്ടടുത്ത് കാണുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും കംപ്ലീറ്റ്ലി ലൈറ്റൊക്കെ ഉണ്ട്. ഈ ഒരു ഈവനിങ് അറ്റ്മോസ്ഫിയറിൽ വില്ലകളുടെ ഒരു ഭംഗി നിങ്ങൾക്ക് ശരിക്കും അറിയാൻ പറ്റും. അപ്പോൾ ഈ 2 വില്ലകളാണ് നമ്മളിത് പരിചയപ്പെടുത്തുന്നത്. ഏകദേശം ലാൻഡിൻ്റെ അളവും സെയിമാണ്, സ്ക്വയർ ഫീറ്റും അതുപോലെ തന്നെ റേറ്റൊക്കെ സെയിം തന്നെയാണ്. അപ്പം ഇങ്ങനെയുള്ള നിറയെ വീടുകളും വില്ലകളൊക്കെ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു വില്ല പ്രൊജക്റ്റിനകത്തുള്ള 2 വീടുകൾ. അതിനകത്ത് ഈ ഒരു വീടാണ് നമ്മൾ ഇന്നിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത്. അതുകൂടാതെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന ഒരു വീടും. രണ്ടിൻ്റെയും ഇൻറ്റീരിയർ നമ്മൾ ഒന്നിച്ച് കാണിച്ചു കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്ത് ആവും. അതുകൊണ്ട് നമുക്ക് ഇതിനകത്തുള്ള ഒരു വീടിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ പരിചയപ്പെടാം. അപ്പോൾ ഈ വില്ലകളിലേക്കുള്ള വഴി എന്ന് പറയുന്നത് ഇതുപോലുള്ള ഇൻ്റർലോക്കിംഗ് ടൈലിട്ടിട്ട് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ പരിചയപ്പെടുത്തുന്ന വീടിൻ്റെ ഏകദേശം ഫ്രണ്ട് എലിവേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാം. അത്യാവശ്യം ഒരു ബോക്സി ഷേപ്പിലും അതുപോലെ തന്നെ എ കാറ്റഗറി ഷേപ്പിലും വരുന്ന ഒരു വീടാണ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് എലിവേഷൻ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ധാരാളം ക്ലാഡിക് സ്റ്റോൺസിൻ്റെ വർക്കുകളും ടെക്സ്ചർ വർക്കുകളും ഒക്കെ ചെയ്ത് ഒരു വൈറ്റ് ആൻഡ് ബ്രൗൺ കളറിലുള്ള പെയിൻറ്റും കൊടുത്ത് വളരെ മനോഹരമായ എലിവേഷനാണ് ഈ വീടിനായിട്ട് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ മതിലും ഗേറ്റും ഒക്കെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വൈറ്റ് കളർ പെയിൻറ്റാണ് മെയിനായിട്ട് ഇതിൻ്റെ മതിലിൽ കൊടുത്തിരിക്കുന്നത്. ഇടയ്ക്കൊക്കെ ഒരു ലൈറ്റ് ബ്ലൂ കളറിലുള്ള ഒരു ആഷ് കളറിലുള്ള പെയിൻറ്റ് വരുന്ന ഒരു വർക്കുകളും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഗേറ്റ് വന്നിട്ടാണെന്നുണ്ടെങ്കിൽ GS സ്ക്വയർ ട്യൂബിലാണ് ചെയ്തിരിക്കുന്നത്. ഗേറ്റിൻ്റെ മോഡൽ വരുന്നത് ഇതുപോലെയാണ്. ലാഡർ ഷേപ്പും അതുപോലെ തന്നെ ലേസർ കട്ട് ഡിസൈനൊക്കെ വരുന്ന രീതിയിലാണ് ഗേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സൈഡ് വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് സ്ലൈഡ് ചെയ്ത് നീക്കാവുന്ന രീതിയിലാണ് ഗേറ്റ് ചെയ്തിരിക്കുന്നത്. അതർ സൈഡ് വന്നിട്ട് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വെക്കാവുന്ന രീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. കാർ പോർച്ചും സറൗണ്ടിങ് ഏരിയാസും ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് തന്നെ സ്റ്റോൺസ് ഒക്കെ വിരിച്ചിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ഗ്രാസ് ഒക്കെ പിടിപ്പിച്ചിട്ടാണ് കാർ പോർച്ചും അതിൻ്റെ സറൗണ്ടിങ് ഏരിയാസൊക്കെ അവർ ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു 3 വാഹനങ്ങൾ വരെ നമുക്ക് ഇതിനകത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് കാർ പോർച്ചിലും സറൗണ്ടിങ് ഏരിയാസിലുമായിട്ട് കൊടുത്തിരിക്കുന്നത്. കവേർഡ് ആയിട്ടുള്ള കാർ പോർച്ച് ഒരെണ്ണമാണ്. ഇവിടെ ഒരു കാർ നമുക്ക് പാർക്ക് ചെയ്യാം. അതുകൂടാതെ ബാക്കി വരുന്ന ഏരിയകളിൽ 2 കാറുകൂടെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വീടിൻ്റെ 2 സൈഡിലേക്ക് വന്നിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആളുകൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ടാണ് അവർ വീട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സൈഡിലൂടെ നമുക്ക് വീടിൻ്റെ ബാക്കിലേക്ക് പോകാം. അതുപോലെ തന്നെ ആ ഒരു സൈഡ് വന്നിട്ട് വീടിൻ്റെ ബാക്കിലേക്ക് പോകാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഈ വീട് കംപ്ലീറ്റ് ആയിട്ട് തന്നെ നല്ല രീതിയിൽ LED ലൈറ്റുകളൊക്കെ ഇട്ട് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കാർ പോർച്ചിൻ്റെ ഈ ഭാഗത്ത് വന്നിട്ട് നമുക്ക് ഇലക്ട്രിക് വെഹിക്കിളുകളൊക്കെ ചാർജ് ചെയ്യാനുള്ള ഒരു ചാർജിങ് പോയിന്റും അവിടെ കൊടുത്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിലേക്ക് വരുന്ന സമയത്ത് കാർ പോർച്ചിൻ്റെ ഈ 2 പില്ലേഴ്സ് നമുക്ക് കാണാം. അത് വന്നിട്ട് ടെക്സ്ചർ വർക്കിലാണ് അവർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഞാൻ നിൽക്കുന്നത് വീടിൻ്റെ സിറ്റ് ഔട്ടിലാണ്. ഒരു ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് ഇവിടെ സിറ്റ് ഔട്ടിൽ ഇട്ടിരിക്കുന്നത്. അത്യാവശ്യം ഒരു 2-3 ചെയറുകൾ ഇടാനുള്ള സ്പേസ് കൊടുത്തിട്ടാണ് സിറ്റ് ഔട്ട് അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി വീടിൻ്റെ മെയിൻ ഡോറും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. വീടിൻ്റെ മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ഗസ്റ്റ് ലിവിംഗ് സ്പേസിലേക്കാണ്. നേരെ കടന്നു വരുന്ന സമയത്ത് ഇവിടുത്തെ ഫ്ലോർ നമുക്ക് കണ്ടാറിയാം നല്ല ഭംഗിയുള്ള കുറച്ച് ഡിസൈനൊക്കെ ഉള്ള ഒരു ടൈലാണ് ഇവിടുത്തെ ഫ്ലോറിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ വിൻഡോസ് വന്നിട്ട് 2 സൈഡിലായിട്ടാണ് വിൻഡോസ് ചെയ്തിരിക്കുന്നത്. റൂഫിലൊക്കെ വന്നിട്ടാണെങ്കിലും നല്ല രീതിയിലുള്ള
വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് ആർഭാടമാക്കാതെ എന്നാൽ വളരെ അത്യാവശ്യത്തിലുള്ള വർക്കുകൾ മാത്രം കൊടുത്തിട്ടാണ് റൂഫ് അവർ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നത്. TV യൂണിറ്റിന്റെ ആ ഒരു ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യത്തിന് ആ ഒരു വോള് കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് അവർ മൾട്ടിവുഡിന്റെ വർക്കുകൾ ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ചെയ്യാവുന്നതും ഓപ്പൺ ചെയ്യാൻ പറ്റാത്തതും ഒക്കെ ആയിട്ട് ധാരാളം ഓപ്പണും ക്ലോസ്ഡും ആയിട്ടുള്ള ചെറിയ ചെറിയ ഡോറുകളൊക്കെ വെച്ചിട്ട് അത്യാവശ്യം പോക്കറ്റ് ഷെൽഫുകളും ഒക്കെ കൊടുത്ത് അതിനകത്തൊക്കെ LED ലൈറ്റുകളൊക്കെ ഇട്ടിട്ട് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് TV യൂണിറ്റ് ഇരിക്കാനുള്ള സ്പേസ് അവർ ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ ഈ ഗസ്റ്റ് ലിവിംഗ് സ്പേസിൽ നിന്ന് നമ്മൾ പിന്നീട് കടന്നു വരുന്നത് ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്കാണ്. ഡൈനിങ് ഏരിയയിലേക്ക് നമ്മൾ പോകുന്ന വഴിക്ക് ജസ്റ്റ് നമ്മൾ റിസീവ് ചെയ്യുന്ന എൻട്രൻസ് തന്നെ വന്നിട്ട് നല്ല രീതിയിൽ മൾട്ടിവുഡിന്റെ ഒരു വർക്കാണ് ചെയ്തിരിക്കുന്നത്. അതിനകത്തൊക്കെയാണെന്നുണ്ടെങ്കിലും LED ലൈറ്റുകളാണ് അവർ കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ ഭാഗത്ത് നമുക്കൊരു ചെറിയ ഷെൽഫ്, ഷോക്കേസ് പോലുള്ള ചെറിയ ഷെൽഫ് അവിടെ കാണാം. അതിനകത്താണെങ്കിൽ നമുക്ക് ഭംഗിയുള്ള ചെറിയ ഇന്റേണൽ പ്ലാന്റ്സോ ചെറിയ ഡോൾസോ ഒക്കെ വയ്ക്കാനുള്ള ഒരു ഫെസിലിറ്റി കൂടി അവർ കൊടുത്തിട്ടുണ്ട്. അതിനകത്താണെന്നുണ്ടെങ്കിലും LED ലൈറ്റുകളൊക്കെ ഇട്ടിട്ടാണ് ഭംഗിയാക്കിയിരിക്കുന്നത്. ഡൈനിങ് സ്പേസിലേക്ക് വരുന്ന സമയത്ത് വീടിന്റെ മുകളിലുള്ള റൂഫ് വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് നല്ല രീതിയിൽ തന്നെയുള്ള വർക്കുകളാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസിനെ പറ്റി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 6-7 പേർക്ക് ഇരിക്കാവുന്ന അത്രയും പേര് അക്കോമഡേറ്റ് ചെയ്യാവുന്ന ഒരു സ്പേസ് ആണ് ഡൈനിങ് ഹാളിനായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്ന സമയത്ത് ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടുത്തെ ഈ ഒരു വാഷ് ബേസിനൊക്കെ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഈ ഒരു റൈറ്റ് സൈഡിലായിട്ടാണ് വാഷ് ബേസിൽ ഇരിക്കാനുള്ള ഒരു സെപ്പറേറ്റ് കൗണ്ടർ പോലെ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു മിററൊക്കെ വെച്ചിട്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലാണെന്നുണ്ടെങ്കിൽ ക്ലാഡിംഗ് സ്റ്റോൺസ് ഒക്കെ പിടിപ്പിച്ചിട്ട് മുകളിലാണെങ്കിലും ധാരാളം വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. താഴെ വന്നിട്ടാണെന്നുണ്ടെങ്കിലും കബോർഡുകളൊക്കെ ആയിട്ട് തിരിച്ച് ഡോറുകളൊക്കെ ചെയ്തിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പേസാണ് വാഷ് ബേസിനായിട്ട് കൊടുത്തിരിക്കുന്നത്. വാഷ് ബേസിന്റെ ആ ഫിറ്റിംഗ് വന്നിട്ട് ജെറയുടെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡൈനിങ് ഹാൾ നിൽക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. ഇവിടെ 2 ബെഡ്റൂമുകളാണ് താഴെ നിങ്ങൾ ഈ ഡോറിൽ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂം തന്നെ നോക്കാം. ബെഡ്റൂമിന്റെ ആ ഡോറിന്റെ പാറ്റേൺ ഒക്കെ വരുന്നത് ഇതുപോലെയാണ്. ഇവിടെ റൂമുകളുടെ അകത്തെല്ലാം തന്നെ ഒരു വൈറ്റ് കളർ പെയിന്റ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. ഡോറുകൾക്കൊക്കെ വന്നിട്ടാണെങ്കിൽ ഒരു ബ്രൗൺ കളറുമാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ വിൻഡോസ് വരുന്നത് 2 ഭാഗത്തായിട്ടാണ്. റൂഫിൽ വന്നിട്ടാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിലുള്ള വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യത്തിലുള്ള വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റ് ഇട്ടിട്ടാണ് ഭംഗിയാക്കിയിരിക്കുന്നത്. ഈ ഒരു റൂമിന്റെ വാർഡ്രോബ് വന്നിട്ട് ആ ഒരു കോർണർ സൈഡിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബാത്റൂമിനകത്തുള്ള വോൾ ആൻഡ് ഫ്ലോർ ടൈലുകളൊക്കെ വന്നിട്ട് ഒരു വൈറ്റ് ആൻഡ് ബ്രൗൺ കളർ ഷെയ്ഡിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയുള്ള ഡോറുകളുടെയൊക്കെ വുഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ ആഞ്ഞിലിയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് ഇവിടുത്തെ മരങ്ങളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ കബോർഡുകളെല്ലാം വന്നിട്ട് നിങ്ങൾക്ക് നോർമലി അറിയാം, ഇപ്പം എല്ലാവരും തന്നെ കബോർഡ് ചെയ്തത് മൾട്ടിവുഡിലാണ് ചെയ്യുന്നത്. അപ്പം അതിലാണ് ഇവിടുത്തെ കബോർഡ് ബാക്കി വരുന്ന വുഡിൻ്റെ വർക്കുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഒരു ബെഡ്റൂം കഴിഞ്ഞു അതിന് മിഡിലായിട്ടാണ് ഇവിടുത്തെ ഒരു വാഷിംഗ് കൗണ്ടർ വരുന്നത്. അതിന് തൊട്ടടുത്തായിട്ടാണ് ഇവിടുത്തെ ഈ താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള 2ാമത്തെ ബെഡ്റൂം വരുന്നത്. നേരത്തെ കണ്ടതുപോലെ തന്നെ അത്യാവശ്യം സ്പേഷ്യസ് ആയ ബെഡ്റൂം തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. 2 ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വിൻഡോസ് വരുന്നത്. മുകളിലാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ വർക്കുകളൊക്കെയാണ് റൂഫിൽ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ വാർഡ്രോബ് കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ്. നമ്മൾ നേരത്തെ കണ്ടതിന് കുറച്ച് വ്യത്യസ്തമായിട്ടൊരു വുഡ് കളറാണ്, അത്യാവശ്യം വൈറ്റ് വുഡിന്റെ ഒരു കളർ വരുന്ന വാർഡ്രോബാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബാത്റൂമിന്റെ ഡോറിന് വന്നിട്ടാണെങ്കിൽ പാറ്റേണിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. ഇതിനകത്തേക്ക് വരുന്ന സമയത്ത് ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളറുള്ള ടൈലാണ് ഫ്ലോറിലും ബോർഡിലും ഒക്കെ ആയിട്ട് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ താഴത്തുള്ള 2 ബെഡ്റൂമുകൾ നമ്മൾ കണ്ടു. വീണ്ടും നമ്മൾ ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്ക് വരുമ്പോൾ ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റെയറിന്റെ താഴെയുള്ള ഈ ഒരു ഭാഗം വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് അവർ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ വയ്ക്കാനായിട്ട് ആ ഒരു ഭാഗത്തൊരു കബോർഡ് ഫെസിലിറ്റി കൂടി അവർ ലഭ്യമാക്കിയിട്ടുണ്ട്. ആ ഭാഗത്തായിട്ട് തന്നെയാണ് വിൻഡോസും അവർ കൊടുത്തിരിക്കുന്നത്. കിച്ചണിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് കിച്ചണിന്റെ ഡോർ വന്നിട്ട് കുറച്ച് ഭാഗം ഗ്ലാസ്സിലും ബാക്കി വന്നിട്ട് വുഡിലും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴത്തെ എല്ലാ വീടുകളിലും തന്നെ നമ്മൾ ഓപ്പൺ കിച്ചണാണ് കാണുന്നതെങ്കിലും ഒരുപാട് പേർ സജസ്റ്റ് ചെയ്യാറുണ്ട് ക്ലോസ് ചെയ്യുന്ന ഡോറുള്ള കിച്ചൺ വേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയൊരു വീട് തന്നെയാണ്. കിച്ചണിലേക്ക് വരുന്ന സമയത്ത് ടൈല് വന്നിട്ട്
മാറ്റ് ഫിനിഷ് ഉള്ള ഒരു ടൈലാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. കിച്ചണിന്റെ സറൗണ്ടിങ്സ് ഒക്കെ വന്നിട്ട് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആൻഡ് ഗ്രേ കളറാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. കബോർഡുകളെല്ലാം വന്നിട്ട് വൈറ്റ് ആൻഡ് ഗ്രേ കളറിലുള്ള കോമ്പിനേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് 3 ചെറിയ വിൻഡോസ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സിങ്ക് വിത്ത് 2 പൈപ്പ് കണക്ഷൻ ഇവിടെയാണ് വരുന്നത്. പൈപ്പ് കണക്ഷന്റെ കാര്യം പറഞ്ഞപ്പോൾ നമുക്ക് ഇവിടത്തേക്കുള്ള വെള്ളത്തിന്റെ ഫെസിലിറ്റി എന്ന് പറയുന്നത് വെൽ വാട്ടർ ആൻഡ് KW വാട്ടർ ഫെസിലിറ്റിയാണ് ഉള്ളത്. ഇവിടെ ഓൾറെഡി ഒരു വലിയ കിണർ ഉണ്ട്, അത് നമുക്ക് കാണാം. അത് കൂടാതെ നമുക്ക് KW വാട്ടർ കണക്ഷൻ കൂടി എടുക്കാനുള്ള ഫെസിലിറ്റിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 2 പടി സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങിയിട്ടാണ് ഇവിടുത്തെ വർക്ക് ഏരിയ അവർ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയൊരു വർക്ക് ഏരിയ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വലിയൊരു കിണർ വരുന്നത്. അതുകൂടാതെ വർക്ക് ഏരിയയുടെ ഫ്ലോർ ഒക്കെ വന്നിട്ടാണെങ്കിലും നല്ല രീതിയിലുള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്ത് നമുക്ക് അഡീഷണൽ ആയിട്ട് അവരൊരു സിങ്ക് വിത്ത് ഇതുപോലൊരു ഫെസിലിറ്റി കൂടി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ താഴെയുള്ള ഭാഗം കൂടെ കവർ ചെയ്തത് നമുക്ക് കുറച്ചും കൂടെ സേഫായി. ഇവിടുന്ന് അങ്ങോട്ടാണെങ്കിലും നല്ല രീതിയിൽ തന്നെയാണ് സ്പേസ് ഒക്കെ അവർ ഇട്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് കാണാം അടുത്തടുത്തെല്ലാം നിറയെ വീടുകളാണ്. കാരണം ഞാൻ പറഞ്ഞു 9 വില്ലകളാണ് ഈ ഒരു ഭാഗത്ത് അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തൊട്ടടുത്തൊക്കെ ആയിട്ട് ഒരുപാട് നൈബേഴ്സിനെ കിട്ടാവുന്ന ഒരു ഏരിയയിൽ കൂടിയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി വരുന്ന സമയത്ത് സ്റ്റെപ്പുകളെല്ലാം തന്നെ ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരിക്കുന്നത്. ഹാൻഡ് റെയിൽസ് എല്ലാം വന്നിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ബാറുകൾ കൊണ്ടാണ് ഫുള്ളായിട്ട് കവർ ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരെ സ്റ്റെപ്പ് കയറി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഓപ്പണിങ്സ് അവിടെ കാണാൻ പറ്റും. പെർഗോള മോഡലിൽ ഗ്ലാസ് ഇട്ട് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിരിക്കുന്ന കുറച്ച് ഓപ്പണിങ്സ് ആണ് ആ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറിയിട്ട് നമ്മൾ നേരെ മുകളിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ചെറിയ ഹാളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ വീട്ടിൽ നമ്മൾ താഴെ 2 ബെഡ്റൂമുകളാണ് കണ്ടത്. മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമുകൾ കൂടി അഡീഷണൽ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഒരു സ്റ്റഡി റൂം ഫെസിലിറ്റി കൂടിയാണ് ഇവിടെ ലഭ്യമാക്കിയിരിക്കുന്നത്. അപ്പോൾ ടോട്ടലായിട്ട് ഈ ഒരു വീട്ടിൽ 4 ബെഡ്റൂം പ്ലസ് ഒരു സ്റ്റഡി റൂം കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരെ സ്റ്റെപ്പ് കയറി വരുന്ന സമയത്ത് ഇവിടുത്തെ 1 by 1 ആയിട്ട് നമുക്ക് കണ്ടുപോകാം. ഇവിടുത്തെ റൂഫിൽ വന്നിട്ടാണെങ്കിൽ ഈ ഒരു ചെറിയ ഹാളിന്റെ റൂഫിൽ വന്നിട്ടാണെങ്കിൽ നല്ല രീതിയിൽ തന്നെയുള്ള വർക്കുകളാണ് റൂഫിൽ കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഹാളിൽ നിന്ന് നമ്മൾ നേരെ വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഫസ്റ്റ് ഡോർ കാണാം. ഈ ഡോർ തുറന്ന് നമ്മൾ വരുന്നത് ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. കുറച്ച് ഇട്ടായതുകൊണ്ട് ചെറിയൊരു ലൈറ്റിന്റെ ഈ ഒരു ഭാഗത്ത് മാത്രം ഫീൽ ചെയ്യും. ഇവിടെയാണ് യൂട്ടിലിറ്റി സ്പേസ് കൊടുത്തിരിക്കുന്നത്. ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വാഷിംഗ് മെഷീനൊക്കെ നമുക്ക് ഈ ഭാഗത്താണ് വയ്ക്കാനായിട്ട് യൂസ് ചെയ്യാവുന്നത്. അവിടെ നിന്നാണ് മുകളിലേക്ക് പോകുന്ന സ്റ്റെപ്പ് കടന്നു പോകുന്നത്. മുകളിൽ വന്നിട്ട് ഓപ്പൺ ടെറസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഡോറ് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെ ആയിട്ടാണ് ഇവിടുത്തെ ബെഡ്റൂം കാണുന്നത്. നമ്മൾ താഴെ കണ്ട ബെഡ്റൂം പോലെ തന്നെ അത്യാവശ്യത്തിന് സ്പേസ് കൊടുത്തിട്ടാണ് ഇവിടെ ഈ ഒരു ബെഡ്റൂം പോലെ ചെയ്തിരിക്കുന്നത്. ഈ 2 ഭാഗത്തായിട്ടാണ് വിൻഡോസ് വരുന്നത്. റൂഫിൽ വന്നിട്ടാണെങ്കിൽ അത്യാവശ്യത്തിനുള്ള വർക്കുകൾ മാത്രം ചെയ്തിട്ടാണ് ലൈറ്റ് ഫെസിലിറ്റി അവർ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ വാർഡ്രോബ് വരുന്നത് ആ ഒരു വൈറ്റ് വുഡിന്റെ കളറിൽ ആ ഒരു കോർണർ ഭാഗത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബാത്റൂമിൽ ടൈല് വന്നിട്ട് നമ്മൾ താഴെ കണ്ടുപോലുള്ള വൈറ്റ് ആൻഡ് ബ്രൗൺ കളറുള്ള കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ആ ഒരു ബെഡ്റൂം കഴിഞ്ഞ് വീണ്ടും ഇവിടുത്തെ ഹാളിൽ വരുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തായിട്ട് അത്യാവശ്യം വുഡിന്റെ ഒരു വർക്ക് അവർ ഷെൽഫ് ഫെസിലിറ്റി അവർ കൊടുത്തിട്ടുണ്ട്. മുകളിലും താഴെയുമായിട്ട് കബോർഡുകളോട് കൂടിയിട്ട് നമുക്ക് ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് ഒക്കെ വെച്ച് വർക്ക് ചെയ്യാവുന്ന രീതിയിൽ ഇവിടെ ഒരു പവർ പ്ലഗും കൊടുത്തിട്ട് ഇതുപോലൊരു ഫെസിലിറ്റി കൂടി അവരവിടെ ലഭ്യമാക്കിയിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഇവിടുത്തെ 4ാമത്തെ ബെഡ്റൂം വരുന്നത്. മറ്റ് 2-3 ബെഡ്റൂമുകളെ പോലെ തന്നെ സ്പേഷ്യസ് ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഈ 2 ഭാഗത്തായിട്ടാണ് വിൻഡോസ് വരുന്നത്. ആ ഒരു കോർണറിലായിട്ടാണ് ഇവിടുത്തെ വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. റൂഫിലും അത്യാവശ്യത്തിനുള്ള വർക്കുകൾ മാത്രം ചെയ്തിട്ടാണ് അവർ ലൈറ്റ് എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. ആ ഒരു വാർഡ്രോബിനോട് ചേർന്ന് തന്നെ അതിനടുത്തായിട്ടാണ് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇതിനകത്ത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ബാത്റൂം ഫിറ്റിംഗ്സിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ജെറൈഡയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇവിടുത്തെ 4 ബെഡ്റൂമുകൾ കണ്ടു കഴിഞ്ഞു. ഇനി ഇവിടെ അഡീഷണൽ ആയിട്ട് ഒരു റീഡിംഗ് റൂം കൂടിയാണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ടാണ് റീഡിംഗ് റൂം വരുന്നത്. റീഡിംഗ് റൂം ആണെങ്കിൽ പോലും അത്യാവശ്യം നല്ല സ്പേസ് കൊടുത്തിട്ട് തന്നെയാണ് ഈ ഒരു റൂം അവർ ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ടാണ് നമുക്കൊരു ചെറിയ സ്റ്റഡി ടേബിൾ വിത്ത് ഒരു കബോർഡ് ഫെസിലിറ്റി കൊടുത്തിരിക്കുന്നത്. ഈ 2 ഭാഗത്തായിട്ടാണ് വിൻഡോസ് വരുന്നത്. മുകളിലാണെങ്കിൽ
ചെറിയ വിൻഡോ കൂടി അവർ കൊടുത്തിട്ടുണ്ട്. ബാൽക്കണിയിലേക്ക് വരുന്ന സമയത്ത് നല്ല സ്പേസ് കൊടുത്തിട്ടാണ് ബാൽക്കണി ചെയ്തിരിക്കുന്നത്. ഫ്ലോർ വന്നിട്ടാണെങ്കിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. താഴെ നിന്നുള്ള ആ ഒരു ടെക്സ്ചർ വർക്ക് ചെയ്ത പില്ലറാണ് മുകളിലേക്ക് കണ്ടിന്യൂ ചെയ്ത് വരുന്നത്. ബാൽക്കണി കംപ്ലീറ്റ് ആയിട്ട് സേഫ് ആയിട്ട് തന്നെയാണ് അവർ കവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വില്ലകൾ, അതായത് 9 വില്ലകളാണ് ടോട്ടലി ഇവിടെ വരുന്നത്. അതിനകത്ത് നമ്മൾ ഒരു വില്ല മാത്രമാണ് ഇപ്പോൾ കണ്ടത്. അപ്പം ഇതിൻ്റെ ഓരോന്നിൻ്റെയും ലാൻഡ് അളവും കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ വ്യത്യാസത്തിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇനി പരിചയപ്പെട്ട വില്ല എന്ന് പറഞ്ഞത് 5 സെൻറ്റാണ്. ഇതിന് തൊട്ടടുത്ത് കണ്ട വില്ലയും 5 സെൻറ്റാണ്. അപ്പം ഇതിലും കൂടുതൽ ലാൻഡ് ഉള്ളത് കിടക്കുന്നുണ്ട്, സ്ക്വയർ ഫീറ്റ് കൂടുതലുള്ളതുണ്ട്. അപ്പം ഇതിനൊക്കെ പ്രൈസ് അതനുസരിച്ചിട്ട് ചെറിയ രീതിയിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പം നമുക്ക് ഈ വില്ലകളുടെയൊക്കെ പ്രൈസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പം നമ്മൾ ഇന്ന് കാണിച്ച ഈ വില്ലകൾ സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് അടുത്ത് പള്ളിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ്. പള്ളിക്കരയിൽ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് പറക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. 9ഓളം വില്ലകളാണ് ഈ ഒരു ഭാഗത്ത് കൊടുക്കാനായിട്ടുള്ളത്. നമ്മൾ ഇന്ന് കാണിച്ച ഈ വീടും അതിന് തൊട്ടടുത്ത് കിടക്കുന്ന വില്ലയും കംപ്ലീറ്റ്ലി എല്ലാ വർക്കുകളും കഴിഞ്ഞ് സെയിലിന് റെഡിയായി കിടക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ നിങ്ങൾ ഇൻറ്റീരിയർ എല്ലാം കണ്ട ഈ ഒരു വീടിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറയാം. ഇത് ഏകദേശം ഒരു 5 സെൻറ്റ്, കറക്റ്റ് പറയുകയാണെങ്കിൽ 5 സെൻറ്റ് സ്ഥലത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. 2200 ഈ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത്. ഇതിനകത്ത് 4 ബെഡ്റൂം പ്ലസ് ഒരു സ്റ്റഡി റൂം കൂടിയാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വില്ലയിൽ മാത്രമായിട്ട് 3 കാറുകൾ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റിയാണ് അവർ തന്നിരിക്കുന്നത്. ഈ വില്ലയ്ക്ക് ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 85 ലക്ഷം രൂപയാണ്. അത് ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിളാണ്. ഈ വില്ലയ്ക്കും 85ആണ്. നമ്മൾ ഏറ്റവും ആദ്യം തൊട്ടടുത്ത് കാണിച്ച വില്ലയ്ക്കും 85 lakhs ആണ് ചോദിക്കുന്നത്. ബാക്കി ഇതിനടുത്ത് കിടക്കുന്ന വിലകൾക്കൊക്കെ 85, 90, 85, 90 ഇങ്ങനെയുള്ള പ്രൈസ് കാറ്റഗറികളിലുള്ള വീടുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ബിക്കോസ് ഇവിടെ സ്ഥലം കൂടുതലാണ്. 5 സെൻറ്റ് 5.5 സെൻറ്റിലൊക്കെയാണ് വീടുകൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടിട്ട് തന്നെയാണ് അതിന് റേറ്റും ഇത്തിരി കൂടുതലായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇൻഫോ പാർക്കിലേക്കും വണ്ടർലയിലേക്കൊക്കെ വളരെ എളുപ്പം എത്താം. മാത്രമല്ല കുറച്ച് സൈലൻ്റ് ആയ ഒരു ഏരിയയിൽ കൂടിയാണ് ഈ വീടുകൾ സ്ഥിതി ചെയ്യുന്നത്. റോഡുകളുടെ തിരക്കും ബഹളത്തിൽ നിന്നൊക്കെ മാറിയിട്ട് കുറച്ച് കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് സൈലൻ്റ് ആയ സ്ഥലത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന വില്ലകളാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഈ വില്ലകളൊക്കെ നിങ്ങൾക്ക് കാണാനും വാങ്ങിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട് എന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. അപ്പോൾ അടുത്ത മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളൊക്കെയായി മാർബിൾ ഹോംസിലൊക്കെ കാണുന്നത് വരേക്കും അതിനുമ്പ് ഒരു കാര്യം കൂടെ പറയുകയാണ്. നമ്മുടെ ഈ വില്ലകൾ, ഈ വീഡിയോകൾ കാണുന്ന ബിൽഡേഴ്സ് ഉണ്ട്, അവർ പണിതിടുന്ന വീടുകൾ നമ്മളുടെ ചാനലിൽ കൂടി പ്രൊമോട്ട് ചെയ്യണം, സെയിൽ ചെയ്യണം എന്നുണ്ടെങ്കിലും ഈ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള അടുത്ത ഒരു മനോഹരമായ വില്ലകളുടെ അല്ലെങ്കിൽ വീടിൻ്റെയൊക്കെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.